യോഹന്നാൻ 5:1-15 വരെ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ വലിയൊരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്സേദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം കണ്ടു. അതിന് 5 മണ്ഡപം ഉണ്ടായിരുന്നു. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങണമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക, എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കി എഴുന്നേറ്റ് നടന്നു. എന്നാൽ അത് ശബ്ബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബ്ബത്താകുന്നു, കിടക്ക എഴുന്നേൽക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവനോട്, കിടക്ക എടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറിക്കളഞ്ഞത് കൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമായത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു.